മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചതിന്റെ ഒരു വീഡിയോ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പൊക്കിപ്പിടിച്ച് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ പോലും ആ വീഡിയോയിൽ 6 വിരലുണ്ട്, അങ്ങനെയാ ഇങ്ങനെയാ എന്നും പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്ന് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ 24 ന്യൂസിലൊക്കെ തന്നെ നെതന്യാഹു എവിടെ എന്നും ചോദിച്ചാണ്. സാധാരണ എന്നും 24 പോയിട്ട് ഒപ്പിട്ടെടുക്കാൻ മതി നെതന്യാഹു എവിടെ നെതന്യാഹു എന്ന് ജാതി വാർത്തകൾ സകല നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും നെതന്യാഹു ഇങ്ങനെ കൊല്ലപ്പെട്ടോ എന്ന രീതിയിൽ ഒരു പ്രചരണം. എന്തുകൊണ്ടാ? ആ വീഡിയോയുടെ പരിഭാഷ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, യുദ്ധം നടക്കുന്ന ഇറാനിൽ ഉൾപ്പെടെ ആളുകൾ അവിടെയുള്ള സാധാരണക്കാർ പലായനം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴോ ഇസ്രായേലിലെ ജനത ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. ഇറാന്റെ പുതിയ മൊജത്തബ ഖൊമൈനി പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം ഞാൻ ആ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കേട്ട് കുരു പൊട്ടിയിട്ട് 6 വിരൽ, ഞാനൊരു ഉദാഹരണം കൊടുക്കാം. 6 വിരൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തൊരു പോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ, ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വീഡിയോയിലെ നെതന്യാഹുവിന് 6 വിരൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ജീവനോടെ. ഇത് വലിയ പ്രചരണ, കേരളത്തിൽ ഇപ്പോ വലിയ പ്രചരണ. ഇത്തരം സകല ജിഹാദികളോടും പറയാനുള്ളത്, ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള വീഡിയോയിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കാണാം. അത് ഡൗൺലോഡ് ചെയ്ത് ഒക്കെ വെച്ച് 6, 7, 8 ഒക്കെ വിരലൊക്കെ ആക്കാൻ നിങ്ങൾക്ക് ഇനിയും നാളല്ലേ? നിങ്ങളുടെ അലൈ കമേരി തീർന്നു. അതിന്റെ വേദന കൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും. ഇസ്രായേൽ പൗരന്മാരെ, എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചരിത്രപരമായ ദിവസങ്ങളിലാണ്. ഇസ്രായേലിന്റെ വാർഷികങ്ങളിൽ രേഖപ്പെടുത്തുന്ന ദിവസങ്ങൾ. ഓപ്പറേഷൻ റോറിംഗ് ലയണിൽ നമ്മുടെ ഗർജനം കൂടുതൽ ശക്തമാവുകയാണ്. ഇറാനിലെ തീവ്രവാദ ഭരണകൂടത്തെ നാം തകർക്കുകയാണ്. ലബനനിൽ അതിന്റെ പ്രോക്സി ഹിസ്ബുള്ളയെ നാം തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലും US തമ്മിലുള്ള അഭൂതപൂർവമായ പങ്കാളിത്തത്തിലൂടെ മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറത്തും അധികാരം സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന വലിയ നേട്ടങ്ങൾ നാം നേടിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ ഇസ്രായേലിന്റെ എക്കാലത്തെക്കാളും ശക്തമായ ഒരു ശക്തിയായി സ്ഥാപിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളുടെ ശക്തിയുമായി താരതമ്യം ചെയ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ശക്തിയിലെ ഈ നാടകീയമായ മാറ്റം നമ്മുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുള്ള താക്കോലാണ്. ഭീഷണികൾ വന്നു പോകുന്നു. എന്നാൽ നമ്മൾ ഒരു പ്രാദേശിക ശക്തിയായി മാറുമ്പോൾ, ചില മേഖലകളിൽ ഒരു ആഗോള ശക്തിയായി മാറുമ്പോൾ, അപകടങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ശക്തി നമുക്കുണ്ട്. 1993 ഞാനൊരു പത്രലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ അപകടം അറബ് രാജ്യങ്ങളിൽ കാണുന്നില്ല, അത് ഇറാനിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം 30 വർഷത്തിലേറെയായി ആയത്തുള്ളകളുടെ കൊലപാതക ഭരണകൂടം അമേരിക്കയെയും പാശ്ചാത്യ ലോകത്തെയും ദ്രോഹിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നാമതായി ഇസ്രായേലിന്റെ നാശത്തിനായുള്ള അവരുടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പ്രവർത്തിച്ചു. 3 തലങ്ങളിലാണ് അത് അങ്ങനെ ചെയ്തത്. ഒന്നാമത് ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, അസദ് ഭരണകൂടം തുടങ്ങിയ ഭീകര സൈന്യങ്ങളുമായി ചേർന്ന് ഒരു തിന്മയുടെ അച്ചുതണ്ട് നിർമ്മിച്ചു. രണ്ടാമത്തെ തലം 10,000-കണക്കിന് മാരകമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു നിര സ്ഥാപിക്കാൻ അത് പ്രവർത്തിച്ചു. മൂന്നാമത്തെ തലം ഭൂമിയിൽ നിന്ന് നമ്മെ തുടച്ചു നീക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ആണവ ബോംബുകൾ വികസിപ്പിക്കാൻ അത് പ്രവർത്തിച്ചു. ശരി, അത് അങ്ങനെ ചെയ്യില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇറാനെ വൈകിപ്പിക്കുകയും അതിന്റെ കഴിവുകൾ കുറയ്ക്കുകയും ചെയ്ത നിരവധി പരസ്യവും രഹസ്യവുമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകി. എന്നാൽ അതേസമയം ഇറാനെ ശക്തമായി ആക്രമിക്കാനും ഭീഷണികളെ നമ്മിൽ നിന്ന് അകറ്റാനും ഞങ്ങൾ സ്വന്തം സൈനിക, സാങ്കേതിക, നയതന്ത്ര കഴിവുകൾ നിർമ്മിച്ചു. ഈ ശ്രമങ്ങളെല്ലാം മോചന യുദ്ധം, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നിവയിൽ ഒത്തുചേർന്നു. മോചന യുദ്ധത്തിൽ ഞങ്ങൾ തിന്മയുടെ അച്ചുതണ്ടിനെ സാരമായി നശിപ്പിച്ചു. അത് ഇപ്പോഴും നിലവിലുണ്ട്, പക്ഷേ വളരെയധികം കുറഞ്ഞ കഴിവുകളോടെ.
ഇസ്രായേലിലെ എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിലെ നിവാസികൾക്കും സുരക്ഷ ഉറപ്പാക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തെക്കൻ പ്രദേശങ്ങളിലെ നിവാസികൾക്ക് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തുടർന്നും ചെയ്യുന്നത് പോലെ ഹിസ്ബുള്ള നമ്മുടെ കൈകളുടെ ഭാരം അനുഭവിക്കുന്നു. അത് കൂടുതൽ തീവ്രമായി അനുഭവിക്കും. അതിന്റെ ആക്രമണത്തിന് അത് വളരെ വലിയ വില നൽകേണ്ടി വരും. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാന്റെ വിശാലമായ മിസൈൽ ശേഖരത്തിലും അധിക മിസൈലുകൾക്കായുള്ള ഉൽപാദന പ്ലാന്റുകളിലും സമഗ്രമായ ഒരു ആക്രമണത്തിന് ഞങ്ങൾ ആദ്യമായി അടിത്തറയിട്ടു. ആണവ പദ്ധതിയുടെ കാര്യത്തിലും ഞങ്ങൾ അതുതന്നെ ചെയ്തു. മുതിർന്ന ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് മാരകമായ പ്രഹരം ഉൾപ്പെടെ ഞങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയത് അവരായിരുന്നു. അവർ ഇപ്പോൾ ഇല്ല. വഴിയിൽ ഞങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി അടച്ചു. ആ വഴി ഞങ്ങൾ കുറച്ചുകൂടി അടച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് ശേഷം പ്രസിഡന്റ് ട്രംപും ഞാനും സ്വേച്ഛാധിപതിയായ അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മരണ വ്യവസായങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരിക്കലും അറിയാത്ത ഒരു ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അദ്ദേഹം ഞങ്ങളുടെ വാക്കുകേട്ടില്ല എന്നു മാത്രമല്ല, ആണവ മിസൈൽ പദ്ധതികൾ പുനഃസ്ഥാപിക്കുന്നതിനായി അദ്ദേഹം ത്വരിതപ്പെടുത്തിയ നടപടി ആരംഭിച്ചു. ഇത്തവണ അവയെ ഉയർന്ന പർവ്വതങ്ങൾക്കിടയിൽ ആയത്തിൽ ഭൂമിക്കിടയിൽ ഒളിപ്പിക്കാൻ നമ്മൾ ഉടനടി നടപടി എടുത്തില്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന്റെ മരണ വ്യവസായം ഏതെങ്കിലും ആക്രമണത്തിൽ നിന്നും മുക്തമാകുമായിരുന്നു. അതുകൊണ്ട് റൈസിംഗ് ലൈനിൽ ഞങ്ങൾ ചെയ്തത് തുടരാൻ യുഎസും ഇസ്രായേലും ഒരു പ്രചരണത്തിനായി ഒരുമിച്ച് പുറപ്പെട്ടു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക, ഇസ്രായേലിനെയും യുഎസിനെയും മുഴുവൻ ലോകത്തെയും ഭീഷണിപ്പെടുത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശത്രുവായ ഖമേനിയെയും തീവ്രവാദ ഭരണകൂടത്തിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ഇല്ലാതെയാക്കി. പഴയ സ്വേച്ഛാധിപതിയെ ഞങ്ങൾ ഇല്ലാതെയാക്കി. പുതിയ സ്വേച്ഛാധിപതിയായ മൊജിത്തബ വിപ്ലവകാരികളുടെ പാവയ്ക്ക് പരസ്യമായി മുഖം കാണിക്കാൻ കഴിയില്ല. ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ, മിസൈൽ ലോഞ്ചർ ശ്രേണി, അടിച്ചമർത്തലിന്റെ ആസ്ഥാനം, ഭരണകൂടത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ, മറ്റ് നിരവധി ലക്ഷ്യങ്ങൾ എന്നിവ ഞങ്ങൾ തകർക്കുകയാണ്. അതേസമയം ഇറാനിയൻ ജനതയ്ക്ക് അരനൂറ്റാണ്ടായി അവരെ ഭരിക്കുന്ന ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ നീക്കം ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന മറ്റൊരു ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. തെരുവുകളിലും ചെക്ക് പോസ്റ്റുകളിലും ഞങ്ങൾ റവല്യൂഷണറി ഗാർഡുകൾക്കും ബാസിസിനും നേരെ തകർപ്പൻ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും സജീവമാണ്. ഇറാനിയൻ ജനതയോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പാതയിലേക്ക് കടക്കാൻ കഴിയുന്ന നിമിഷം, ആ നിമിഷം അടുത്തു വരികയാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. എന്നാൽ ദിവസാവസാനം അത് നിങ്ങളെ ആശ്രയിക്കുന്നു. അത് നിങ്ങളുടെ കൈകളിലാണ്. ഇപ്പോൾ പോലും ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇത് ഇനി അതേ ഇറാനല്ല, ഇത് ഇനി അതേ മിഡിൽ ഈസ്റ്റ് അല്ല, അത് അതേ ഇസ്രായേലുമല്ല. ഞങ്ങൾ കാത്തിരിക്കുന്നില്ല, ഞങ്ങൾ ആരംഭിക്കുന്നു, ആക്രമിക്കുന്നു. അഭൂതപൂർവമായ ഒരു ശക്തിയോടെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. യുഎസുമായും മറ്റാരുമായും ഇല്ലാത്ത ഒരു സഖ്യം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മികച്ച സുഹൃത്ത്, എന്റെ വ്യക്തിപരമായ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി ഒരു സഖ്യം. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും സംസാരിക്കുന്നു, ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ആശയങ്ങളും ഉപദേശങ്ങളും കൈമാറുന്നു, ഒരുമിച്ച് തീരുമാനിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് എന്നോട് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. കുറച്ചു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിയും തമ്മിൽ ഇതുവരെ നിലനിന്നിട്ടുള്ള ഏതൊരു ബന്ധത്തെക്കാളും 100 മടങ്ങ് ശക്തമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ നമ്മുടെ രാജ്യങ്ങളെ കുറിച്ച് മാത്രമല്ല, ഈ തലമുറയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഭാവി തലമുറകളെ കുറിച്ചും മാനവികതയുടെ ഭാവിയെ കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാനും എന്റെ ജീവനക്കാരും മേഖലയിലെ രാജ്യങ്ങളുമായി കൂടുതൽ സഖ്യങ്ങൾ കെട്ടിപ്പടക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വരെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സഖ്യങ്ങൾ ഞങ്ങൾ കെട്ടിപ്പടുത്ത അപാരമായ ശക്തിയിലൂടെയും ഞങ്ങളുടെ കമാൻഡർമാരുടെയും പോരാളികളുടെയും ശക്തമായ വീരത്വത്തിലൂടെയും നിങ്ങളുടെ ദൃഢതയിലൂടെയും ഇസ്രായേൽ പൗരന്മാരിലൂടെയും ഞങ്ങൾ ഇത് ചെയ്യുന്നു.
ഹോം ഫ്രണ്ട് കമാൻഡ് നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വീണ്ടും വീണ്ടും സംരക്ഷിത ഇടങ്ങളിൽ പ്രവേശിക്കുന്നു. അത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. വടക്കൻ പ്രദേശത്തും ഇപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾ ജീവൻ രക്ഷിക്കുകയാണ്. കൂടാതെ പ്രചാരണത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് എനിക്കും ഇസ്രായേൽ സർക്കാരിനും IDF-നും സുരക്ഷാ സേനയ്ക്കും പിന്തുണയും ആശ്വാസവും നൽകുന്നു. പ്രസിഡന്റ് ട്രംപ് എങ്ങനെയാണ് എന്നോട് അത്ഭുതത്തോടെ ചോദിച്ചത്. ഇസ്രായേലിൽ മാത്രമാണ് രക്ഷാപ്രവർത്തനങ്ങൾ. ലോകമെമ്പാടും ആളുകൾ യുദ്ധമേഖലകളിൽ നിന്ന് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഇസ്രായേലിൽ എല്ലാവരും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായിട്ട് ട്രംപ് ചോദിച്ചതാണ്. ലോകത്തെല്ലായിടത്തും യുദ്ധം നടക്കുമ്പോൾ പലായനമാണ് അവിടുത്തെ ജനത ചെയ്യുക. എന്നാൽ ഇസ്രായേലിൽ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ സാധാരണക്കാരെടുക്കുന്നു. അതിന്റെ കാരണം വളരെ ലളിതാണ്. ഇസ്രായേൽ ഓരോ പൗരന്മാർക്കും ഇസ്രായേലി ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയുണ്ട്. വലിയ സുരക്ഷ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അവിടെ വലിയ മൂല്യം ഇസ്രായേലി പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തുടർന്ന് നോക്കാം. ഈ ആത്മാവ് എവിടെ നിന്ന് വരുന്നു? അവരെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അവർ ഉത്തരം പറയും. ഇതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. ഇതാണ് ഞങ്ങളുടെ ജനങ്ങളുടെ പ്രതിരോധ ശേഷി. ഇതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തി. ഇസ്രായേലിന്റെ നിത്യതയിലുള്ള വിശ്വാസം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ, അദ്ദേഹം പ്രസംഗിച്ചതിന് ഈ വീഡിയോ പുറത്തു വന്നത് മുതലാ 6 വരി 6 വിരൽ 7 വിരൽ നെതന്യാഹു ജീവിച്ചു. ഈ പ്രസംഗം കേട്ടിട്ട് കുരു പൊട്ടൂലേ. പുതിയ വന്ന മൊജ്തബ ഖമൈനി വരെ പുറത്തിറങ്ങാൻ ഭയക്കുന്നു. ജിഹാദികൾ ഭരിക്കുന്നിടത്ത് ജനത പോലും അവർക്കെതിരെയാണ്. ഇത്തരത്തിൽ അവരുടെ മണ്ടക്കടിച്ചതുപോലെ ഒരു പ്രസംഗം കൂടി വന്നതോടുകൂടി കുരു പൊട്ടിയ സകല ജിഹാദികൾ ഉറഞ്ഞു തുള്ളുന്നത്. നാണല്ലടോ. കേരളത്തിലെ ജിഹാദികളോടാ നിങ്ങളുടെ അപ്പനായിട്ടുള്ള ഖമൈനി തീർന്ന് നിങ്ങൾക്ക് എരിയും മതിയായില്ലേ? ഒരു നെതന്യാഹു എന്തോ സംഭവിച്ച ഉള്ളുപ്പില്ലടോ. ഈ പറയുന്ന നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിക്കും, അതിനൊന്നു മാത്രമുള്ള ത്രാണി പുതിയ വന്ന നിങ്ങളുടെ കപ്പനായിട്ടുള്ള ഖമൈനിക്ക് പോലില്ല. പിന്നെയാ പുതിയ ഖമൈനിക്ക്. ഇതൊക്കെ എങ്ങനെയാണ് ജിഹാദികൾ സഹിക്കുക? നെതന്യാഹു കാര്യങ്ങൾ നീക്കി ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ജിഹാദികളുടെ അന്ത്യമെടുത്തിട്ട് നെതന്യാഹു ഈ പണി നിർത്തൂ എന്നുള്ളതും സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.